ഹലോ ഗൈസ്, നമ്മളിന്നൊരു അമ്പലത്തിൽ ഉത്സവത്തിന് പോവുകയാണ്. അമ്പലത്തിന് പേരെന്ത്? ആലുവ അമ്പലത്തിലാണ് നമ്മൾ പോണത്. എല്ലാവരും ഉണ്ട്. നമ്മൾ ഉത്സവത്തിന് പോകണം. അവിടുത്തെ വിശേഷങ്ങൾ നമ്മൾ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം. നമ്മളെല്ലാവരും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ. ഇതാണ് ഗൈസ്, നമ്മൾ ഇരുട്ടത്ത് നടന്നാണ് അമ്പലത്തിൽ പോകുന്നത്. നമുക്ക് വണ്ടിയൊന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് ക്യാമറയ്ക്ക് കുറച്ച് ക്ലിയർ കുറവുണ്ടാവും, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പം ഞങ്ങളിന്ന് ഉത്സവത്തിന് പോണ വിശേഷമാണ് കേട്ടോ. ഞങ്ങളെ വീടിൻ്റെ അടുത്ത അമ്പലത്തിലാണ് ഞങ്ങളുടെ ഈ വർഷത്തെ ഫസ്റ്റ് ഉത്സവമാണ്. 2026 ഫസ്റ്റ് ഉത്സവമാണ്. ഞങ്ങൾ ഇന്നൊക്കെ ഒരു അന്നദാനത്തിന് പോകുന്ന വീട് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ അമ്പലത്തിലാണ് കേട്ടോ ഉത്സവം. അപ്പം നമ്മൾ ലാസ്റ്റാണ് ഇന്ന്. അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പോയി. നന്ദു മീനൊന്നും വന്നില്ല, ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് എന്തോ സുഖമില്ലയെന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല, അവർക്ക് നടക്കാൻ മേലാന്ന് പറഞ്ഞിട്ട് അവർ വന്നില്ല. നമ്മളെല്ലാവരും കൂടി പോയി, നടന്നാണ് കേട്ടോ പോയത്. അവിടെ ചെന്നപ്പോൾ കെട്ടുകാഴ്ച സംഭവങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം നമ്മൾ കുറച്ച് നേരം കണ്ടുകൊണ്ടിരുന്നു. 3 കെട്ടുകാഴ്ച ഉണ്ടായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ഞങ്ങൾ ഇത്രയും വർഷം കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇത് ഒരു പ്രത്യേകത തോന്നി. പിന്നെ പ്രത്യേകിച്ച് എവിടെ ഉണ്ടായിരുന്നെന്ന് വെച്ചാൽ കരടി ഉണ്ടായിരുന്നു. മറ്റേ ഈ ആൾക്കാർ ഈ വേഷം കെട്ടി ഇറങ്ങുന്ന ഇപ്പോൾ ഒരു സംഭവം ഇറങ്ങിയിട്ടുണ്ടല്ലോ, അത് മുമ്പുണ്ടായിരുന്നെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ നടന്മാരെയൊക്കെ ഒരു സംഭവം വെച്ചിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു, അത് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി പോയി. നല്ല ഭംഗിയുണ്ടായി. ഈ സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഫസ്റ്റത്തെ ടൂൺ നമ്മൾ നാഗനി സീരിയലില്ലേ, അതിൻ്റെ ടൂണായിരുന്നു കേട്ടോ. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് തോന്നി. സീരിയലിൻ്റെ ടൂൺ കേട്ടപ്പോൾ നമുക്ക് ഇഷ്ടമായിട്ടാണ്, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് ഫുഡൊക്കെ മേടിച്ച് കഴിച്ചു. ഫുഡെന്ന് വെച്ചാൽ നമ്മൾ മറ്റേ മുളക് വെച്ച് ഈ കോളിഫ്ലവർ, പിന്നെ ഈ ഉരുളൻ കിഴങ്ങ് ഉണ്ടാക്കുന്നൊരു സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ സ്പ്രിങ് പോലെ ഇരിക്കുന്നത്, അതൊക്കെ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല എന്താ പറയുക, അടിപൊളിയായിരുന്നു. കാരണം നമ്മളിതൊക്കെ കഴിക്കാനാണല്ലോ നമ്മൾ ഈ ഉത്സവപ്പറമ്പിൽ പോണത് തന്നെ ഇത് വേണ്ടിയിട്ടാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ഒരു ചേട്ടൻ കരടിയായിട്ടൊക്കെ നിൽക്കുന്നത്. ഇത് കൊള്ളായിരുന്നു കേട്ടോ. ഇത് നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നി. ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കും, ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞങ്ങൾക്കത് വെറൈറ്റി ആയിട്ട് തോന്നി. ഞങ്ങൾ പല വെറൈറ്റികൾ കണ്ടിട്ടുണ്ട്, അപ്പം ഇത് അതിലൊരു വെറൈറ്റി ആയിരുന്നു. പിന്നെ ശിങ്കാരിമേളം, ഡോള്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ അറിയാമല്ലോ, DJ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ കോളിഫ്ലവറൊക്കെ മേടിച്ച് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിള്ളേരെല്ലാം DJ വണ്ടിയുടെ പുറകെ അങ്ങ് പോയി. പിന്നെ അങ്ങോട്ടൊരു ബഹളമായിരുന്നു ഗൈസ്. പിന്നെ ഒന്നും പറയണ്ട, പിന്നെ അവരെല്ലാവരും അടിച്ചങ്ങ് തീർത്തു. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഞാൻ പോയില്ല കേട്ടോ. അതുമാത്രമല്ല എൻ്റെ കാലിനുള്ള സുഖമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കളിക്കാൻ ഇറങ്ങിയില്ല. അവർ മാത്രം കളിച്ചു കേട്ടോ. പിള്ളേരെല്ലാം അടിച്ചങ്ങ് പൊളിച്ചു, നല്ല ഇതായിരുന്നു. ഇതൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പോയത്. പിന്നെ അത് ഈ സംഭവം ഉണ്ടല്ലോ, ഇതും എനിക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സംഭവം? ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. എനിക്കിത് വെറൈറ്റി ആയിട്ട് തോന്നി. ഈ അമ്പലത്തിലേക്ക് ഇത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ലാസ്റ്റ് ഞങ്ങളൊരു പാനിപ്പൂരിയും കഴിച്ചിട്ട് തിരിച്ചു വന്നു. അപ്പോൾ അത്രയുള്ള അടുത്ത വീഡിയോ